എവിടെയമ്മ വെച്ച് ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ജനറലി in the case of pyridine, this type of electrophilic substitutions takes place എവിടെയാണ് നടക്കുന്നത്? അറ്റ് C3. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നത്? C3യിലും. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എവിടെയാണ് നടക്കുക? C2 ആൻഡ് C4. ഓക്കെ, C3യിൽ ഇവിടെ നടക്കാനുള്ള കാരണം എന്താണ്? C3 ആൻഡ് C5 എന്താണ്? ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ്. C3 ആൻഡ് C5 നെഗറ്റീവ് ചാർജ് കൂടുതലുള്ളത് കൊണ്ടാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പിരിഡിൻ്റെ കേസിൽ നടക്കുന്നത്. അപ്പം ജനറലി നമുക്ക് C3 പറയാം. C5നേക്കാളും പെട്ടെന്ന് നടക്കുക C3യിൽ C5ലും നടക്കുക. ഏതെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണിക്കാം, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിൽ ഇലക്ട്രോഫൈൽ വന്ന് ആഡ് ആകുന്ന, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് സ്ലോ സ്റ്റെപ്പും ദെൻ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് വളരെ ഫാസ്റ്റ് സ്റ്റെപ്പും ആയിരിക്കും. ഓക്കെ, അതായത് ഇതാണ് ഇൻ്റർമീഡിയറ്റ്. ഈ ഇൻ്റർമീഡിയറ്റ് സ്ലോ സ്റ്റെപ്പാണ്. ദാറ്റ് ഈസ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. ഇതാണ് എന്ത്? റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി മിസ് ജസ്റ്റ് എക്സാമ്പിൾസ് പറയാം. ഞാൻ ജസ്റ്റ് എഴുതിയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ബൈ പ്രോഡക്റ്റൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ബൈ പ്രോഡക്റ്റ് ഞാൻ അങ്ങനെ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. അപ്പം നോക്കൂ, ഫോർ എക്സാമ്പിൾ പിരിഡിൻ ഫസ്റ്റ് നൈട്രേഷൻ ചെയ്യാണ്. നൈട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് നൈട്രേറ്റിംഗ് മിക്സ്ചർ. നിങ്ങൾ സാധാരണ ലാബിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു മിക്സ്ചറാണ് നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഇൻ ദ പ്രപ്പോർഷൻ ഓഫ് 1:3. 1:3 പ്രപ്പോർഷനിൽ നമ്മൾ ഈക്വൽ പ്രപ്പോർഷൻ 1:3 അല്ലാതെ എക്വാറീജിയാണ്, മാറിപ്പോയി. 1:1, അതായത് ഈക്വൽ പ്രപ്പോർഷനിൽ നമ്മൾ എടുക്കുന്ന കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെയും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൻ്റെയും ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. സോ വെൻ വി ട്രീറ്റഡ് ദിസ് പിരിഡിൻ വിത്ത് ദിസ് നൈട്രേറ്റിംഗ് മിക്സ്ചർ വി ഗോട്ട് 3 നൈട്രോപിരിഡിൻ. എന്താണ്? അതായത് തേർഡ് പൊസിഷനിൽ എന്ത് പോകും? ഇവിടെ NO2 ഗ്രൂപ്പ് ആയിരിക്കും നമ്മുടെ ഇലക്ട്രോഫൈൽ. സോ C3യിൽ NO2 അറ്റാച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 നൈട്രോപിരിഡിൻ കിട്ടും. ഈ പ്രോഡക്റ്റിൻ്റെ പേരാണ് എന്ത്? 3 നൈട്രോപിരിഡിൻ ആൻഡ് ബൈ പ്രോഡക്റ്റ് ഇസ് വാട്ടർ. ദെൻ സൾഫോണേഷൻ എന്ന് പറഞ്ഞാൽ സൾഫോണേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ എന്താ പറയുക റിയേജൻ്റ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ചൊരു മെർക്കുറിക് സൾഫേറ്റ് ആഡ് ചെയ്യും. പിരിഡിൻ ആയതുകൊണ്ടാണ്. നോർമലി സൾഫോണേഷനിൽ നമ്മൾ മെർക്കുറിക് സൾഫേറ്റ് യൂസ് ചെയ്യാറില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് പിരിഡിൻ വി യൂസ് സൾഫ്യൂരിക് ആസിഡ് വിത്ത് മെർക്കുറിക് സൾഫേറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഹീറ്റഡ് ടു 220 degrees Celsius. വി ഗോട്ട് എന്താണ്? പിരിഡിൻ 3 സൾഫോണിക് ആസിഡ്. ഒന്നുമില്ല, പിരിഡിൻ 3 സൾഫോണിക് ആസിഡ്. ഓക്കെ, ഇവിടെയും നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് വാട്ടറാണ് കിട്ടുക. ദെൻ ഹാലോജിനേഷൻ ക്ലോറിനേഷൻ ചെയ്യാൻ പറ്റും, ബ്രോമിനേഷൻ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ക്ലോറിനേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒന്നുമില്ല. അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ക്ലോറിൻ എന്ത് ചെയ്യാം? ക്ലോറിൻ നമ്മൾ പാസ് ചെയ്യുക. അൻഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് എടുക്കുക, ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ഇവിടെ തേർഡ് പൊസിഷനിൽ C3 പൊസിഷനിൽ ക്ലോറിൻ വന്ന് അറ്റാച്ച് ചെയ്യും. ബൈ പ്രോഡക്റ്റ് യു ആർ വെരി ഫാമിലിയർ വിത്ത് HCl. ബ്രോമിൻ ആണെങ്കിലോ, ബ്രോമിൻ വന്നിട്ട് തേർഡ് പൊസിഷനിൽ ആഡ് ചെയ്യും. ബൈ പ്രോഡക്റ്റ് എന്തായിരിക്കും? HBr ആയിരിക്കും നമുക്ക് കിട്ടുക. ദെൻ അടുത്തത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ മിസ് മുന്നേ ഇട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എവിടേക്കാണ് നടക്കുക? 2, 4, 6 പൊസിഷൻസിൽ അല്ലേ? എവിടേക്കാണ് നടക്കുക? C2, C4, C6. ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് എവിടേക്കാണ്? C2 ആൻഡ് C4. ബിക്കോസ് അവിടെ എന്താണ്? അവിടെ ഏറ്റവും കൂടുതൽ എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് കാർബണിന് വരുന്നുണ്ട്. ബിക്കോസ് ഡ്യൂ ടു ദി ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് നൈട്രജൻ. ഓക്കെ, ദെൻ അപ്പം നമ്മൾ ജനറലി നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? പിരിഡിൻ എടുക്കുന്നു, ന്യൂക്ലിയോഫൈൽ വന്നിട്ട് C2 പൊസിഷനിൽ അറ്റാക്ക് ചെയ്യുന്നു. അത് സ്ലോ സ്റ്റെപ്പാണ്. സോ ദിസ് ഇസ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയോഫൈൽ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ ഹൈഡ്രജൻ ഇവിടുന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകുന്നു. അപ്പോൾ ഫൈനലി വി ഗോട്ട് പ്രോഡക്റ്റ് ലൈക്ക് ദിസ് അല്ലേ? ഇവിടെ ന്യൂക്ലിയോഫൈൽ നിൽക്കും, ഡിറ്റാച്ച് ചെയ്ത് ഹൈഡ്രജൻ H- ആയിട്ട് ലിബറേറ്റ് ചെയ്യും. ആൻഡ് സം എക്സാമ്പിൾസ് ആർ ഹിയർ ഐ ഡിസ്കസ്ഡ്. pyridine
ഫസ്റ്റ് സോഡമൈഡ്. ഈ സോഡമൈഡൊക്കെ നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന ഒരു കോമൺ റിയേജൻ്റാണ്. സോഡമൈഡ് എടുത്തിട്ട് ഈ ടെസ്റ്റൊക്കെ നമ്മൾ സാധാരണ വളരെ ഡ്രൈ ടെസ്റ്റ് ട്യൂബിലാണ് ചെയ്യുക. ഇപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ പിരിഡിനെടുത്തു, അതിലേക്ക് സോഡമൈഡ് ഇട്ടു, 100 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്തു, നന്നായിട്ട് ഹീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുക? നമുക്കിതുപോലെ നമ്മുടെ C2 പൊസിഷനിൽ NH2 ഗ്രൂപ്പ് വന്നിട്ട് എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്യും. ദാറ്റ് ഈസ് അമിനോപിരിഡിൻ. എന്താ പറയുക? അമിനോപിരിഡിൻ. ഇതിന് അമിനോപിരിഡിൻ എന്നാ പറയുക. ഇതിന് ബൈ പ്രോഡക്റ്റ് NaH, സോഡിയം ഹൈഡ്രൈഡ്. ബൈ പ്രോഡക്റ്റൊക്കെ വളരെ എളുപ്പമാണ്, നിങ്ങൾ തന്നെ അങ്ങ് സ്വയം എഴുതിയാൽ മതി. അടുത്തത് എന്താണ്? പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ജസ്റ്റ് ചൂടാക്കുക, ഹീറ്റ് ചെയ്യുക. പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡായിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ OH ഗ്രൂപ്പ് C2 പൊസിഷനിൽ വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? 2 പിരിഡിനോൾ. പിന്നെ ഇവിടെ ഇതിന് ടോട്ടോമറൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ അത് ടോട്ടോമറൈസ് ചെയ്തിട്ട് സ്റ്റേബിൾ കീറ്റോ ഫോമായിട്ട് കൺവേർട്ട് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇവിടെ ഡബിൾ ബോണ്ട് O വരും. ഇത് ഇങ്ങനെ, ഇവിടെ നൈട്രജൻ ഉണ്ട്. ഞാൻ എപ്പോഴും നൈട്രജൻ ഇങ്ങനെ തെറ്റിച്ചെഴുതും, നിങ്ങൾ അങ്ങനെ എഴുതരുത് കേട്ടോ. ഞാൻ അറിയാണ്ട് ബെൻസീൻ റിങ് വരച്ചു പോകും ആദ്യം. ഇതാണ് എന്ത്? 2 പിരിഡോൺ. കാരണം ഇതിനേക്കാളും സ്റ്റേബിൾ ഇതാണ്. അപ്പോൾ ഇത് ടോട്ടോമറൈസ് ചെയ്തിട്ട് കീറ്റോഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യും. അടുത്തത് ബ്യൂട്ടൈൽ ലിത്തിയം, ബ്യൂട്ടൈൽ ലിത്തിയമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് C2 പൊസിഷനിൽ ബ്യൂട്ടൈൻ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. CH2. അടുത്തത് എന്താണ്? ഫിനൈൽ ലിത്തിയം. ഒന്നുമില്ല, ഫിനൈൽ ഗ്രൂപ്പ് വന്നിട്ട് ഇവിടെ ചെയ്യും, C2 ഗ്രൂപ്പിൽ വന്ന് അറ്റാച്ച് ചെയ്യും. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഹീറ്റിംഗ് പ്രോസസ്സാണ്. എല്ലാം ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് 100 ഡിഗ്രി, ഇത് 320 ഡിഗ്രി, ഇത് അഗെയിൻ 100 ഡിഗ്രി സെൽഷ്യസ്, ഇത് 110 ഡിഗ്രി. എല്ലാം ഹീറ്റിംഗ് പ്രോസസ്സാണ്. അപ്പോൾ മനസ്സിലാക്കുക, എല്ലാം ഡ്രൈ കണ്ടീഷനിലാണ് ഹീറ്റ് ചെയ്യുക. വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ.